ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വള്ളിച്ചെടി ഉണ്ടെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിൽ വേറൊരു പ്ലാന്റിൻ്റെയും ആവശ്യമില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് മനോഹരമാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. മറ്റൊന്നുമല്ല, ജെയ്ഡ് വൈൻ്റെ 2 കളേഴ്സാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, റെഡും ബ്ലൂവും. ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കോംബോ ആയിട്ടും അല്ലാതെയും വാങ്ങാം. വിത്ത് പോട്ടായിട്ടാണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത്. 1.5 വർഷം ആവുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ക്ലൈംബ് ചെയ്ത് പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റാണ് ഈ ജെയ്ഡ് വൈൻ പ്ലാന്റ്. റെഡ് ജെയ്ഡിൽ വർഷത്തിലൊരു 4 തവണയാണ് പൂക്കൾ ഉണ്ടാകുന്നത്. എന്നാൽ ഒരു പ്രാവശ്യം പൂ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മാസത്തോളം, ഒരു 28 ദിവസമെങ്കിലും ആ പൂങ്കുലകൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അത്യാവശ്യം മഴയുള്ള സമയത്താണെങ്കിൽ 15 ദിവസമൊക്കെയാണ് ആ പൂങ്കുല നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല വേനൽക്കാലത്താവുമ്പോൾ ഒരു 28 ദിവസം വരെ ആ പൂക്കൾ കൊഴിയാതെ അതേപടി തന്നെ നിലനിൽക്കുന്നു. ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കുറച്ചൊന്നല്ല പൂക്കൾ ഉണ്ടാകുന്നത്. എത്ര പൂങ്കുലകളാണെന്ന് നമുക്ക് എണ്ണിയാൽ തീരില്ല, അത്രയും പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. അതും താഴെ മുതൽ, ഇത് ഒരു ഫ്ലവറിങ് തുടങ്ങുന്നത് അതിൻ്റെ അടി മുതൽ മുകൾ ഭാഗം വരെ നിറച്ചും പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ് ഒരുപാട് വർഷം പഴക്കമൊന്നുള്ളതൊന്നുമല്ല കേട്ടോ. 1.5-2 വർഷം ഏകദേശം ആവുന്നതേ ഉള്ളൂ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് റെഡ് ജെയ്ഡിൻ്റെ നമ്മൾ അയച്ചു തരുന്നത്. വിത്ത് പോട്ടോട് കൂടിയിട്ടാണ് അയക്കുന്നത്. കേരളത്തിൽ എവിടെയായാലും 650 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് ബ്ലൂ ജെയ്ഡ് കാണാം. ബ്ലൂ ജെയ്ഡിൻ്റെ ആ ഫ്ലവറിൻ്റെ ആ ഒരു നീളം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഓരോ പൂങ്കുലകളും മീറ്ററുകൾ, 1 മീറ്ററോളമൊക്കെ നീളമുള്ള പൂങ്കുലയാണ് ഒരു ഇതിൽ ഉണ്ടാകുന്നത്. ഇതുപോലെ എല്ലാ സമയത്തും ഇതിപ്പോൾ ഒരു മരത്തിൽ കയറ്റി വിട്ടതാണ്. ഇത് പന്തലായിട്ട് ഇട്ടാലും നമ്മൾ ഫെൻസിങ്ങിൽ വിട്ടാലൊക്കെ നിറഞ്ഞ് പൂക്കളുണ്ടാകും. ബ്ലൂ ജെയ്ഡിൽ എല്ലാ സമയത്തും തന്നെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. നല്ല അടഞ്ഞ മഴയത്തായാലും ഇതിൽ ഒരു 1-2 പൂങ്കുലെങ്കിലും കാണാത്തൊരു സമയം ഉണ്ടാവാറില്ല. ഈ 2 പ്ലാന്റ്സും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് പോട്ടിൽ നിന്ന് മാറ്റി നടുന്ന സമയത്ത് നിലത്ത് നടുന്നതാണ് കൂടുതൽ ഉത്തമം. ഇനി വലിയ പോട്ടിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ചാണകപ്പൊടിയും അല്പം ചകിരിച്ചോറുണ്ടെങ്കിൽ ചകിരിച്ചോറ് ആഡ് ചെയ്യാം. പോട്ടിലാണെങ്കിൽ, പോട്ടിലാണെങ്കിലും കുറച്ച് കരിയിലയും കൂടെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നല്ല ഉണങ്ങി പൊടിഞ്ഞ കരിയിലയും കൂടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ചാണകപ്പൊടി ചേർക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയത് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ എല്ലുപൊടിയൊക്കെ നമ്മൾ പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ 2 പ്ലാന്റിനും കൂടെ 1150 രൂപയാണ് പ്രൈസ് വരുന്നത്. ബ്ലൂ ജെയ്ഡ് മാത്രമാണെങ്കിൽ 550 രൂപയാണ് പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ വരുന്നത്. ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. DTDC അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.